ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. ഗതിയേയൻ ജീവനിൽ തുണയേ പരമാത്മ പാദമിന്നടിയങ്ങൾ വന്ദിക്കുന്നേ. ഗതിയേയൻ ജീവനിൽ തുണയേ പരമാത്മ പാദമിന്നടിയങ്ങൾ വന്ദിക്കുന്നേ. അടിമയിൽ തന്നെ ജനിച്ചു ജീവിച്ചൊരു സമയമേഴകൾ ഓർത്തിടുന്നേ. അടിമന്തുകം തകർത്തടിമയൊഴിച്ചൊരു തിരുമേനി കണ്ടിത കൈതൊഴുന്നേ. അടിമന്തുകം തകർത്തടിമയൊഴിച്ചൊരു തിരുമേനി കണ്ടിത കൈതൊഴുന്നേ. അറിവുള്ളിൽ ചേർത്തന്നിൽ പാദം ചെയ്യുന്നൊരു പരിശുദ്ധ ശക്തിയെ ഓർത്തിടുന്നേ. മനഃശക്തിയില്ലാതെ വലയുമീഴയ ചെറിയ കൂട്ടങ്ങളെ കൈവിടലേ. മനഃശക്തിയില്ലാതെ വലയുമീഴയ ചെറിയ കൂട്ടങ്ങളെ കൈവിടലേ. മനസ്സാ വാചാ കർമ്മ പിഴകൾ തിരുത്തുവാൻ അഗതികൾക്കാശ്രയം വേറെയില്ലേ. മനസ്സാ വാചാ കർമ്മ പിഴകൾ തിരുത്തുവാൻ അഗതികൾക്കാശ്രയം വേറെയില്ലേ. ശാന്തിയടിയങ്ങൾക്ക് ഗണമേ മനഃശാന്തിയായി ഞങ്ങളിൽ വാഴണമേ. ശാന്തിയടിയങ്ങൾക്ക് ഗണമേ മനഃശാന്തി.
ഗുണശീലരാൽ ഞങ്ങൾ വളരാം സദ്ഗുരുദേവനുദ്ധരിക്കണം. ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം ആത്മാക്കളെ,
നിയമവും നാമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. നിയമവും നാമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിലീശ്വരൻ വാസമുണ്ട്. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിലീശ്വരൻ വാസമുണ്ട്. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. തിരുനാമ സങ്കീർത്തനം പാടി നിത്യം.
ഇന്നത്തെ ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിലെ വിശിഷ്ട അതിഥി ആയിട്ടാണ് ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ ഇന്ന് ഇവിടെ നടക്കുന്ന സർവ്വകർമ്മങ്ങളും കാണുകയും അതിൽ ഉൾപ്പെട്ട് ഇവിടുത്തെ ഒരാളെന്ന പോലെ എനിക്ക് ഒരു ദിവസം ഇവിടെ കഴിയണമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലുള്ള ആശ്രമങ്ങളൊക്കെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും വന്നിരുന്നു. അപ്പോൾ ഉണ്ടായ ആ ഹൃദയബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അഭിപ്രായത്തിലേക്ക് എത്തിയത്. ആ ഹൃദയബന്ധത്തിലാണിപ്പോൾ ഈ സന്നിധാനത്തിൽ അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ജന്മനക്ഷത്ര ദിനത്തിൽ ഒരു 2 വാക്ക് സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുമെങ്കിലും ഇപ്പോൾ ഈ വേദിയിൽ, നമ്മുടെ ഈ ആരാധനാ വേദിയിൽ അദ്ദേഹം ഒരു 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ പുണ്യമുഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പരമപൂജനീയ അമ്പോറ്റിക്കും എല്ലാ ഗുരുമൂർത്തിമാർക്കും മുഴുവൻ ഗുരുദേവ ഭക്തരായ സജ്ജനങ്ങൾക്ക് ഓ നമോ നാരായണ പൂർവകമായ നമസ്കാരം. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം അത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ പൂർവികാചാര്യന്മാരെല്ലാം തന്നെ ഏകകണ്ഠമായി പറഞ്ഞിരിക്കുന്ന ഒരു ഉത്തരം ഗുരുവിൻ്റെ ഒരു ഗുരുവുണ്ടാവുക, ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക. അനേക കോടി ജന്മങ്ങളിൽ വളരെ അസുലഭമായി മാത്രം ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം സ്വന്തം ജീവിതത്തിൽ അതിൻ്റെ നിറവോടെ അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കുന്നവരാണ് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു ഗുരുനാഥൻ. ആ ഗുരുനാഥൻ നമ്മെ ആത്മബോധത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് നമ്മുടെ അകത്തെ തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവവതാരം കൈക്കൊള്ളുന്നത്. നമ്മളെല്ലാമുള്ള നമ്മുടെ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്നുണ്ടെങ്കിൽ, ഈ ഭാരതഭൂമിയിലെ ധർമ്മത്തിൻ്റെ വേദപൊരുളിൻ്റെ ശക്തി എന്താണെങ്കിൽ അത് സ്വാതന്ത്ര്യമാണ്, ധീരതയാണ്. അതെന്തിനുള്ള സ്വാതന്ത്ര്യം എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ പ്രാപിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിൽ നമ്മുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും, പ്രയാസങ്ങളായി, പ്രലോഭനങ്ങളായി, ആഗ്രഹങ്ങളായി, അങ്ങനെയുള്ള എന്തിനേയും സധൈര്യം തട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതിനുള്ള ധൈര്യം, അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള സമാജത്തെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം ആ ധൈര്യവും ആ സ്വാതന്ത്ര്യവും ആ ഉത്തരവാദിത്വവും എല്ലാം എങ്ങനെ നിർവഹിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന, നമുക്ക് തളരുമ്പോൾ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന മഹാസാന്നിധ്യമാണ് ഗുരു. ആ ഗുരു ഒരു കാലഘട്ടത്തിലല്ല, ഒരു പരമ്പരയിലൂടെ ഓരോ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും പുതിയ പുതിയ ശരീരങ്ങളിൽ ഉദയം ചെയ്തുകൊണ്ട് പല പരമ്പരകളായി, വലിയ പരമ്പരകളായി നമ്മളെ തുടർന്ന് നയിക്കുകയും ആ ഗുരുകാരുണ്യം ഇപ്പോഴും ശക്തമായി നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഭവവും. അങ്ങനെയുള്ളൊരു മഹാസന്നിധാനത്തിൽ ഈ ഏറ്റവും വിശിഷ്ടമായൊരു സുദിനത്തിൽ, അത് ഗുരു തിരുവവതാരം ചെയ്ത ഒരു സുദിനം, ഗുരുവിൻ്റെ കാരുണ്യം, ഗുരുവിൻ്റെ പ്രഭ എല്ലാവരിലും എല്ലായ്പ്പോഴും ഒരുപോലെ പ്രസരിക്കുന്നു എങ്കിലും നമുക്ക് അതിൽ തന്നെ
ചില അതിവിശിഷ്ടമായ സമയങ്ങളുണ്ട്, അതിവിശിഷ്ടമായ സാന്നിധ്യങ്ങളുണ്ട്. ലോകത്ത് എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കും. പക്ഷെ എങ്കിലും ആ ഗുരുവിൻ്റെ സവിധത്തിൽ എത്തിച്ചേരുക, ആ ഗുരുവിൻ്റെ പരമ്പരയിൽ ഇന്ന് ഗുരു ഉദയം ചെയ്തിരിക്കുന്ന ശരീരത്തിൽ നമസ്കരിക്കുക, ഇതെല്ലാം വിശിഷ്ടമാണ്. അതുപോലെ ഗുരു തിരുവവതാരം ചെയ്ത ദിനം, അതിൽ ഗുരുവിൻ്റെ കാരുണ്യം കുറച്ചുകൂടി പ്രഭാവത്തോടെ നമ്മൾ എത്തിച്ചേരുന്ന ദിവസമാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുണ്യദിനത്തിൽ, ഈ സുമുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും, എല്ലാ ഗുരുഭക്തർക്കും ആ കാരുണ്യം നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ അണമുറിയാതെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അമ്പോറ്റി സംസാരിച്ചതുപോലെ നിങ്ങളിൽ ഒരാളായിട്ടാണ്, ഗുരുദേവൻ്റെ ഒരു ശിഷ്യനായിട്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ശുഭാനന്ദ ഗുരുദേവൻ്റെ ശിഷ്യരിൽ ഒരാളായി ഇവിടേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നതിന് വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ഒരു പരമ്പരയുടെ ഏറ്റവും പുണ്യമായൊരു ദിനത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭാരതത്തിലെ ഗുരുപരമ്പരയുടെ സർവേശ്വരന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിൻ്റെ തിരുനാമത്തെ അറിയിക്കാൻ, ഉന്നതനായ ഗുരുവിൻ്റെ തിരുനാമത്തെ അറിയിക്കാൻ, ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി തർക്കിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ,
ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ആത്മബോധോദയ സംഘ സ്ഥാപകനായ ആത്മനാഥൻ ഈ ലോകത്തിലേക്ക് അവതാരമായ സുദിനമാണ് ഈ പുണ്യപൂരം. മേടമാസത്തിലെ പൂരം നക്ഷത്രം എന്തുകൊണ്ടും ആത്മബോധികൾക്ക് ഉന്നതമായ ദിനമാണ്. ഒന്നായി നിന്ന് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് ഗുരുവിൽ നിന്ന് അനുഭവമായ ആനന്ദത്തിന്റെ പ്രതിഫലമായിട്ടാണ്. അതിന് പകരം കൊടുക്കുവാൻ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. സദ്ഗുരുനാഥൻ നമുക്ക് പകർന്നു തരുന്ന ഓരോന്നിനും പകരമായി പലരും പല നേർച്ചകളും കാഴ്ചകളും അതുപോലെയുള്ള അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഈ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് ആരുടെ വകയാണ്? നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ശരീരം ആരുടെ വകയാണ്? ആ ശരീരത്തിന് ബലവും ഊർജവും നൽകിക്കൊണ്ട് അകത്ത് വസിക്കുന്ന ആത്മാവാരുടെ വകയാണ്? ഗുരുവിൻ്റെതല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ കാണുവാനുമില്ല, അറിയുവാനുമില്ല. അപ്പോൾ നമുക്ക് ഒന്നായി ചേർന്ന് ഗുരുവിന്റെ മഹത്വം പാടി വാഴ്ത്തി സ്തുതിച്ചാൽ ആ തിരുഹൃദയത്തിലേക്ക് ഒരു കുളിർമ കൊടുക്കാമെന്നുള്ളതല്ലാതെ മറ്റൊരു പ്രതിഫലവും കൊടുക്കുവാനില്ല. എന്തിനു വേണ്ടി സൃഷ്ടി ആരംഭിച്ചുവോ ആ മഹത്വം തിരികെ എത്തിക്കുക എന്നുള്ളതാണ് മർത്യജന്മങ്ങളുടെ കടമ. അപ്പോ ആത്മബോധികളായി ജീവിക്കുന്ന പരമ്പരകളായി ജീവിക്കുന്ന ഭക്തസന്താനങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ. ഭഗവാനല്ലാതെ ഒന്നും എനിക്കായി കാണുന്നില്ലേ. ഭഗവാനിൽ നിന്നു തന്നെ ജന്മമെടുത്തടിയൽ ഭഗവാനിൽ നിന്നു തന്നെ ഭഗവാന്റെ ഇച്ഛ ചെയ്യുവാനുള്ള അറിവ് നൽകണമേ. ഭഗവാനിൽ നിന്നു തന്നെ ജന്മമെടുത്തടിയൽ ഭഗവാന്റെ ഇച്ഛ ചെയ്യുവാനുള്ള അറിവ് നൽകണമേ. ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, ഭഗവാനല്ലാതെ ഒന്നും എനിക്കായി കാണുന്നില്ലേ. ആത്മബോധോദയ സംഘാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന സത്യപ്രതിജ്ഞയിൽ ഗുരുവിന് മുൻപ് ഒരു വാക്കുണ്ട്. എന്റെ ഗുരു എന്നാണ് പറയുന്നത്. അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ സർവ്വതും ഗുരുവിന്റെ വകയാണെന്നുള്ള പരമസത്യത്തെ അറിഞ്ഞു ജീവിക്കുവാൻ കഴിയും. എന്തുകൊണ്ട്? സർവസൃഷ്ടിക്കും കാരണഭൂതനായതും സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നതും സൃഷ്ടിയെല്ലാം അവശേഷിച്ചാലും ഉള്ളതായി തന്നെ നിൽക്കുന്നതും ആരാണ്? ഗുരുവാണ്. എന്നുമുള്ളവൻ ഗുരു, എന്നുമുള്ളവൻ, ഉള്ള പോലെ ഉള്ളിൽ തുള്ളി കളിച്ചിരുന്നു.
നശിച്ചു പോകുന്നതാണ്. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം നശിച്ചു പോകുന്നു. ഇപ്പോ നമ്മുടെ ആനന്ദവനം സ്വാമി പറഞ്ഞതുപോലെ ആനന്ദവനം സ്വാമി പറഞ്ഞതുപോലെ അകത്തെ അറിയിക്കുവാൻ, അകത്തെ തെളിയിക്കുവാൻ, അകത്തോട്ട് കാഴ്ച തരുവാൻ, ആ ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. ഉന്നതനാകുന്ന ഗുരു വന്ന് തെളിയിക്കുന്നത് എന്താണ്? ആ ഉള്ളമുണർത്തുവാനും ഉള്ളം തെളിയിക്കുവാനുമുള്ള നിഷ്കളങ്ക ജ്ഞാനമാണ്. ആ നിഷ്കളങ്ക ജ്ഞാനം ഓതി ഭവിപ്പിച്ച് മർത്യന്റെ ഉൾക്കാമ്പിൽ ഉള്ള രൂപം തെളിയിക്കുന്ന ഗുരുവാണ് ശുഭാനന്ദ ഗുരു. ആ നിഷ്കളങ്ക ജ്ഞാനത്തെ, ആ ഉത്ഭവജ്ഞാനവും, ആ ഉത്ഭവ സൃഷ്ടി വിശേഷങ്ങളും, ആ സൃഷ്ടിക്ക് മുമ്പുള്ള വ്യവസ്ഥകളും, ആ മർത്യജന്മങ്ങളുടെ രൂപാന്തരവും, ആത്മരൂപാന്തരവും, ആ സൃഷ്ടി അവസാനിച്ചാലുണ്ടാകാവുന്ന അവസ്ഥയും, കലിയുഗം വരെയുള്ള മോക്ഷ വ്യവസ്ഥകളും ആ ഏകോപിപ്പിച്ചുകൊണ്ട് മർത്യജന്മങ്ങൾക്ക് പദാർത്ഥമയന്മാരായ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വിധം ഈ അറിവിനെ അവതരിപ്പിച്ചിട്ട് ഇതിനൊരു നാമകരണം ചെയ്തു. എന്താണ് അതിന്റെ നാമം? ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ആ നിഷ്കളങ്ക ജ്ഞാനത്തിന് കലിയുഗത്തിൽ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ഉറച്ചു പറയൂ. ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മഭാവ കർമ്മദോഷം തീർത്തു രക്ഷിക്കാൻ, ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മഭാവ കർമ്മദോഷം തീർത്തു രക്ഷിക്കാൻ. അപ്പോ ജന്മിയാകുന്ന ജഗദീശ്വരൻ വന്ന് തന്ന ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മി ആരാണ്? ജഗദീശ്വരൻ തന്ന് ദാനം ചെയ്ത ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മി ആരാണ്? ആരാണ്? സാക്ഷാൽ പരമഗുരുവാണ്. സാക്ഷാൽ പരമഗുരുവാണ്. ശുഭമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുവാനാണ് ജന്മാന്തരജ്ഞാനം തന്നത്. തന്റെ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച പ്രകാശമാണ് ജന്മാന്തരജ്ഞാനം. ആത്മബോധോദയ സംഘത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ആ ജന്മാന്തരജ്ഞാനം. അത് ലോകരംഗത്ത് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി മാറി മാറി തിരുവുടലുകളെ സ്വീകരിച്ചുകൊണ്ട് ഈ സത്യത്തെ ഉറപ്പിച്ച് ലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയാണ് ധ്യാൻ ത്യാഗിയായി വാഴുന്നത്. ആ ത്യാഗിയാണ്, ത്യാഗമാണ് എന്ന് പലരും പലതിനെ പറ്റിയും വിശേഷിപ്പിക്കുമ്പോൾ ശുഭാനന്ദ ദിവ്യരൂപം അവതാരമായി വന്ന് പച്ച തെളിച്ച് ത്യാഗം എന്താണെന്ന് നമ്മളെ അറിയിച്ചു. ആ ത്യാഗിയായിട്ടൊരു ആളേ ഉള്ളൂ, അത് ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊള്ളുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ നമ്മളോട് ത്യാഗികളാകുവാൻ ഭഗവാൻ ആവശ്യപ്പെട്ടത് എന്താണ്? ഈശ്വരൻ മാത്രമേ ത്യാഗിയായിട്ടുള്ളൂ എങ്കിൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? ത്യാഗികളാകുവിൻ, ത്യാഗികളാകുവിൻ, ലോകം പേടിയുമ്പോൾ ദുഃഖിക്കേണ്ട. ഇതിലേതാ സത്യം? ആദ്യം പറഞ്ഞാണോ രണ്ടാമത് പറഞ്ഞതാണോ? ആദ്യം പറഞ്ഞു ത്യാഗിയായിട്ട് ഒരാളെ ഉള്ളൂ, അത് ഈശ്വരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് മർത്യജന്മങ്ങളെ നോക്കി പറഞ്ഞു ത്യാഗികളാകുവിൻ, ത്യാഗികളാകുവിൻ എന്ന് പറഞ്ഞു. ഇതിലേതാണ് സത്യം?
രണ്ടും സത്യമാണ്. രണ്ടും സത്യമാണ്. ആദ്യം പറഞ്ഞത് അതിന്റെ യഥാർത്ഥ സത്യവും ആദ്യം പറഞ്ഞതിന്റെ യഥാർത്ഥ സത്യവും രണ്ടാമത് സത്യത്തിലേക്ക് എത്തുവാനുള്ള ആഹ്വാനവുമാണ്. രണ്ടാമത് സത്യത്തിലേക്ക് എത്തുവാനുള്ള ആഹ്വാനമാണ്. ഒരാത്മാവ് ലോകരംഗത്ത് ജീവിച്ച് ഈ നിഷ്കളങ്ക ജ്ഞാനത്തിലൂടെ ജീവിച്ച് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിച്ച് ഉന്നതമായ സ്വയം പ്രകാശത്തിലേക്ക് രൂപീകൃതമാകുമ്പോൾ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുമ്പോൾ ആ സ്വയം പ്രകാശത്തെ മറ്റൊരാത്മാവിലേക്ക് ഭവിപ്പിക്കുവാൻ കഴിവുണ്ടാകുന്നത് ഈശ്വരത്വമാണ്. ആ പ്രകാശത്തെ മറ്റൊരാത്മാവിലേക്ക് പ്രകാശിപ്പിക്കുന്ന കർമ്മത്തിന്റെ പേരാണ് ത്യാഗകർമ്മം. അപ്പോ ഈശ്വരനിൽ നിന്ന് ലഭിച്ച അറിവിനാൽ ഉണ്ടായ പ്രകാശത്തെ അഥവാ സദ്ഗുരുവിന്റെ നിഷ്കളങ്ക ജ്ഞാനത്താൽ ഉണ്ടായ പ്രകാശത്തെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ ഇടയായ ആത്മാവ് ആ ഈശ്വരത്വം പ്രാപിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി എവിടെ നിന്നുകൊണ്ട് ത്യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അത് ചെയ്യുന്നതാരാണ്? ആ ഈശ്വരൻ തന്നെയാണ്. ആ ആത്മാവിനെ ഈശ്വരന്റെ ഉപകരണമാക്കി തീർത്തുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് സത്യമാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ത്യാഗിയായിട്ടൊരു ആളെ ഉള്ളൂ, അതു ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊള്ളുക. ത്യാഗബോധം ആത്മാക്കളിൽ വരുത്തുവാൻ വേണ്ടി ലോകവശാലുള്ള അനേകം ത്യാഗം ജഗദീശ്വരൻ സ്വയം വഹിച്ചു. എല്ലാം ഉളവാക്കിയ പരമഗുരു, സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാൻ അവതാരമായ പരമഗുരു ആ ലോകത്തിൽ വന്ന് എന്തെല്ലാമാണ് സ്വീകരിച്ചത്? പട്ടിണിയും പരിവട്ടവും സ്വീകരിച്ചു, പരിഹാസങ്ങളും ദുഷികളും സ്വീകരിച്ചു, അനവധി കഠിന വ്യഥകൾ സ്വീകരിച്ചു, മഹാതപസ് സ്വീകരിച്ചു. 3 വർഷക്കാലം നീണ്ട തപസ്, 12 വർഷക്കാലം സൂര്യനെ കാണാത്ത ജീവിതം. ആരാണിതെല്ലാം സഹിച്ചത്? സർവത്തെ പരമഗുരു. എന്തിനു വേണ്ടിയാണ്? ത്യാഗബോധം ആത്മാക്കളിൽ വരുത്തുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു അരനിമിഷം മതി, ലോകത്തിലെ എന്തും തന്റെ മുന്നിൽ വരും. അങ്ങനെ വരുമെന്നുള്ളതിനും പല ഉദാഹരണങ്ങൾ ആ സമയത്ത് തന്നെ കാട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. തനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ആ മനുഷ്യജന്മങ്ങളിൽ ഈ ത്യാഗബോധം വരുത്തുവാൻ വേണ്ടി ജ്ഞാനം വഴിയായുള്ള കർമ്മങ്ങളെ അനുഷ്ഠിപ്പിച്ച് അത്ഭുത സിദ്ധികളിലൂടെ ഓരോന്ന് നേടിയെടുക്കുന്നതല്ല ശരി. നിത്യജീവിത കർമ്മങ്ങളെ സത്യമാക്കി നിലനിർത്തിക്കൊണ്ട് നീ നേടിയെടുക്കുന്നതാണ് സത്യമെന്ന് അനുഭവപ്പെടുത്തിക്കൊണ്ട് ജ്ഞാനികളാകുവിൻ, ജ്ഞാനികളാകുവിൻ, ത്യാഗികളാകുവാൻ ബദ്ധപ്പാടില്ല. ജ്ഞാനികളാകുവിൻ, ജ്ഞാനം മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ത്യാഗബോധം തനിയെ സംഭവിക്കുകയാണ്. അറിവില്ലാത്തവരാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് കിടന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് അത് പോരാ, ഇത് പോരാ, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതിന് രുചി പോരാ, ഇതിന് ഗുണം പോരാ, അങ്ങനെ ഈ ലോകത്തിലെ ഓരോന്നിന്റെയും പുറകെ ഓട്ടം തുടങ്ങും. എന്തുകൊണ്ട്? ഈ കരുതുന്നതൊക്കെ അര നിമിഷത്തിനുള്ളിൽ മറഞ്ഞു പോകുന്നതാണെന്നുള്ള അറിവുള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ക്ഷണഭങ്കുരമായ ലോകമാണ്, അശ്വരമായ ലോകമാണ്. ഉന്നതനാകുന്ന ദൈവത്തെ ആ ജ്ഞാനം വഴിയായി അറിഞ്ഞ ഒരു ആത്മാവിന് ഒരാൾ വെള്ളം കൊടുത്താലോ വെള്ളം കൊടുത്തില്ലെങ്കിലോ ആഹാരം കൊടുത്താലോ കൊടുത്തില്ലെങ്കിലോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഷമവും തോന്നുകയില്ല, ഒരു ദുഃഖവും തോന്നുകയില്ല, ആരോടും ഒരു പരിഭവവുമില്ല. എന്തുകൊണ്ട്? ആ
അറിവാകുന്ന അവതാരം അകതാരിൽ തെളിഞ്ഞു പ്രകാശിക്കുകയാണ്. അറിവാകുന്ന അവതാരം അകതാരിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നു. അങ്ങനെ അകതാരിൽ ഉരുവാകുന്ന ശുഭാനന്ദ രൂപത്തെ അങ്ങനെ അകതാരിൽ ഉരുവാകുന്ന ശുഭാനന്ദ ദിവ്യരൂപത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ലഭിക്കുന്നതാണ് ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അകതാരിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയുള്ളവർ പാടും, അങ്ങനെയുള്ളവർ അകതാരിൽ ഉരുവാകും ശുഭാനന്ദ ഗുരുദേവ, അകതാരിൽ അഗതിയാമടിയനിൽ വസിച്ചനാഥ, അകതാരിൽ ഉരുവാകും ശുഭാനന്ദ ഗുരുദേവ, അകതാരിൽ അഗതിയാമടിയനിൽ വസിക്കനാഥ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്? ഈ ജ്ഞാനം വഴിയായി ജീവിക്കുന്നവരുടെ ഉള്ളിൽ, ജ്ഞാനം വഴിയായി ജീവിക്കുന്നവരുടെ ഉള്ളിൽ ഇപ്പോ നമ്മുടെ അനന്തവന സ്വാമി പറഞ്ഞതുപോലെ വല്ലാത്തൊരു സ്വാതന്ത്ര്യം അകതാരിൽ അനുഭവമാകും. അനന്തവന സ്വാമി പറഞ്ഞതുപോലെ വല്ലാത്തൊരു സ്വാതന്ത്ര്യം അകതാരിൽ അനുഭവമാണ്. അതാണ് അതിന്റെ യഥാർത്ഥ വശം. അതാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന എവിടെ എത്തുമ്പോഴാണ്? സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എവിടെ എത്തുമ്പോഴാണ്? ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഭഗവാൻ കൽപ്പിച്ചു തന്നിട്ടുണ്ട്. അറിവ്, അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം എന്ന പടിയിൽ എത്തുമ്പോഴാണ് അകതാരിൽ സ്വാതന്ത്ര്യം അനുഭവമാകുന്നത്. പിന്നെ നമുക്ക് ഒന്നിനോടും ഭയമില്ല, ഒന്നിനും നമ്മെ ഭയപ്പെടുത്താൻ കഴിയുമില്ല. അവിടെയാണ് കലിയുഗ ഖഡ്ഗിയുടെ ധീരത ഉണ്ടാകുന്നത്. ആ നിഷ്കളങ്ക ജ്ഞാനത്തിന്റെ ധാർമ്മികവും നിഷ്കളങ്കവുമായ ധീരതയാണ് കലിയുഗത്തിലെ ഖഡ്ഗി. ആ ഖഡ്ഗിയുദയമായി അജ്ഞാനത്തെ നിഷ്കാസനം ചെയ്യുവാൻ, 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 ഖഡ്ഗിയുദയമായി അജ്ഞാനത്തെ
വിശുദ്ധി എന്ന പടി, അറിവാചാരം വിശുദ്ധി എന്ന പടി മറന്നു പോകാതിരിക്കാൻ ഈ കീർത്തനമൊക്കെ പഠിച്ചു വെച്ചാൽ മതിയാവും. മറന്നുപോകാതിരിക്കാൻ ഈ കീർത്തനമൊക്കെ പഠിച്ചു അപ്പൊ ഈ ആശ്വാസം എന്ന പടിയിൽ എത്തുമ്പോഴാണ് സർവ്വസ്വാതന്ത്ര്യം നമുക്ക് അനുഭവമാകുന്നത്. ആശ്വാസം എന്ന പടിയിൽ എത്തുമ്പോഴാണ് സർവ്വസ്വാതന്ത്ര്യം നമുക്ക് അനുഭവം. അതിന്റെ പടിപടിയായുള്ള ഉയർച്ചയും അതിന്റെ അവസ്ഥകളും ഒക്കെ അതിന്റെ പടിപടിയായുള്ള ഉയർച്ചയും അതിന്റെ അവസ്ഥകളും ഒക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാന്യനായ മഹാമണ്ഡലേശ്വർ എത്തിയിരിക്കുന്നത്. അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാന്യനായ മഹാമണ്ഡലേശ്വർ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു ഉന്നത സ്ഥാനീയനായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉന്നത സ്ഥാനീയനായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളുടെ തപോബലമായിട്ടാണ്, അനേക ജന്മങ്ങളുടെ തപോബലമായി, അല്ലാതെ ഈ പ്രാവശ്യം ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നതല്ല. അല്ലാതെ ഈ പ്രാവശ്യം ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഭഗവാൻ നമ്മളോട് പറഞ്ഞു, കോടാനുകോടി ജന്മം എടുത്തതിന്റെ ഫലമായിട്ടാണ് ഒരു മനുഷ്യജന്മം തരുന്നത്. നമ്മളോട് കൽപ്പിച്ചു കോടാനുകോടി ജന്മം എടുത്തതിന്റെ ഫലമായിട്ടാണ് ഒരു മനുഷ്യജന്മം. അത് പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 84 ലക്ഷത്തിൽ പരം യോനികൾ ഉണ്ടെന്നാണ് പറയുന്നത്. 84 ലക്ഷത്തിൽ പരം യോനികൾ ഉണ്ടെന്നാണ്. അപ്പൊ ഒരു യോനിയിൽ തന്നെ ഒരുപാട് തവണ ജന്മം എടുക്കേണ്ടി വരും. ഒരു യോനിയിൽ തന്നെ ഒരുപാട് തവണ ജന്മം എടുക്കേണ്ടി. എന്തുകൊണ്ട്? അതിന്റെ ധർമ്മം പൂർത്തീകരിക്കാതെ അടുത്തതിലേക്ക് കടത്തി വിടുകയില്ല. അതിന്റെ ധർമ്മം പൂർത്തീകരിക്കാതെ അടുത്തതിലേക്ക് കടത്തി വിടുക. അവിടെ നിർബന്ധമായിട്ട് ആർക്കും പ്രവേശിക്കാനും പറ്റുകയില്ല. അവിടെ എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കുന്നത് സജ്ജന സംഗമത്തിലൂടെ മാത്രമാണ്. പുണ്യപുരുഷന്മാർ, ബ്രഹ്മർഷിമാർ, ത്രിമൂർത്തികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ദർശിച്ചാൽ ചെറിയ സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് പെട്ടെന്ന് സ്ഥാനക്കയറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവാൻ പാടിയത് എന്ത്? സായുജ്യ സാരമല്ലോ അതു കേട്ടാൽ ഗ്രഹിക്കുന്നു സജ്ജനങ്ങൾ. സായുജ്യ സാരമല്ലോ സജ്ജന സംഗമം തന്നെ മർത്യലോകത്തിൻ ആത്മീയ മാർഗം. സജ്ജന സജ്ജന സംഗമം അത്യുന്നതമായ ആത്മീയ മാർഗം തന്നെയാണ്. അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് ആ വിധത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാമെന്നതൊഴിച്ചാൽ ഈ ജന്മങ്ങൾ അതാതിൻ്റെതായ ധർമ്മം പൂർത്തീകരിക്കാതെ അടുത്ത ജന്മത്തിലേക്ക് പോവുകയില്ല. അങ്ങനെയല്ലേ സ്വാമി? അങ്ങനെ തന്നെയാണ്. എങ്കിലേ അത് പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ ഈ 84 ലക്ഷം യോനികളുള്ള ഈ ലോകത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു, കോടാനുകോടി ജന്മം ഭൂമിയിലെടുത്തു ഞാൻ. അതിന്റെ ഫലമായിട്ട് എന്താ കിട്ടിയത്? കലിയുഗ മർത്യജന്മം കരുണയാൽ ദാനം ചെയ്തു. ഇത്ര കഷ്ടപ്പെട്ടാണ് ഇതുണ്ടായത് വന്നതെന്ന് അറിയാവുന്ന ജഗദീശ്വരൻ വളരെ വ്യക്തമായിട്ട് അടുത്ത വരിയിൽ പറഞ്ഞു, ഈ ജന്മം വാഴാകാതെ ഭഗവാനെ കണ്ടിടുവാൻ. സായുജ്യം പ്രാപിക്കുവാൻ കരുണ ചൊരിയണമേ. ഇത്ര മഹത്തായ മനുഷ്യജന്മത്തിൽ എത്തിയിട്ട് മൃഗീയമായ ചിന്താഗതികളും ദുഷ്കർമ്മങ്ങളുമായി ജീവിതം ചെയ്താൽ വീണ്ടും താഴേക്ക് പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ ജന്മം പാഴാക്കാതെ ഭഗവാനെ കണ്ടെത്തുവാൻ
മനുഷ്യ ജന്മമേ നിന്റെ ജന്മമഹാത്മ്യോ മനുഷ്യ ജന്മമേ മായാബന്ധം കൊണ്ടു നീ അറിയാതെ പോയി മനുഷ്യ ജന്മമേ നിന്റെ ജന്മമഹാത്മ്യോ മായാബന്ധം കൊണ്ടു നീ അറിയാതെ പോയി മായാബന്ധം മാറ്റി നിന്നെ വീണ്ടെടുക്കുവാൻ മായാബന്ധം മാറ്റി നിന്നെ വീണ്ടെടുക്കുവാൻ ജ്ഞാനസമ്പൂർണ്ണന ജന്മി വന്നുരിച്ചല്ലോ മായാബന്ധം മാറ്റി നിന്നെ വീണ്ടെടുക്കുവാൻ ജ്ഞാനസമ്പൂർണ്ണന ജന്മി വന്നുരിച്ചല്ലോ ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ അവതാരമായി വന്ന് ജന്മങ്ങളെ വീണ്ടെടുത്ത് ആത്മമോക്ഷത്തിൽ എത്തിക്കുകയാണ്. ജന്മാന്തരജ്ഞാനത്തിന്റെ ജന്മിയാവുന്ന ജഗദീശ്വരൻ നാടിറങ്ങി വന്ന് ജന്മാന്തര ജ്ഞാനം നൽകി ആത്മാക്കളെ ആത്മമോക്ഷത്തിലേക്ക് എത്തിക്കുകയാണ്. സായുജ്യത്തിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ സായുജ്യ സാരമാകുന്ന സർവജ്ഞാനത്തെ ആത്മാവിൽ ദാനം ചെയ്യുവാൻ അവതാരമായി വന്നതുകൊണ്ടാണ് ശുഭാനന്ദ ഗുരുവിനെ അവതാരം 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 എന്ന് നമ്മൾ പ്രകീർത്തിക്കുന്നത്. അവതാരമായി ഗുരു അവതാരമായി ഗുരു അവതാരമായി അവതാരമായി കലിയുഗേ ഖഡ്ഗിയ അവതാരമായി കലിയുഗേ അവതാരമായി ഗുരു അവതാരമായി കലിയുഗേ ഖഡ്ഗിയ അവതാരമായി നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു അവതാരമായി ഗുരു അവതാരമായി ഗുരു അവതാരമായി വന്ന ഈ പുണ്യദിനത്തിൽ നമുക്ക് പുണ്യപുരുഷന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം മഹാശക്തി തന്നെ ഒരുക്കി തന്നിരിക്കുകയാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അത്ഭുതമായിട്ടാണ് ഒരുങ്ങിയത്. അപ്പോ നമ്മുടെ ആനന്ദവനം
ഭാരതി സ്വാമി ആനന്ദവനം ഭാരതി സ്വാമി ഇവിടെ സന്ദർശിക്കാൻ എത്തിയ സമയത്ത് ഇവിടെ സന്ദർശിക്കുവാനെത്തിയ സമയത്ത് ഒരു പക്കനാൾ ദിനമായിരുന്നു. ഒരു പക്കനാൾ ദിനമായിരുന്നു. അപ്പോൾ ഈ ആശ്രമത്തിൽ പ്രവേശിച്ചു, ആരാധനയിൽ പങ്കെടുത്തു. അപ്പോൾ ഈ ആശ്രമത്തിൽ പ്രവേശിച്ചു, ആരാധനയിൽ പങ്കെടുത്തു. അതിൽ സന്തോഷത്തിനായിട്ട് പോകാൻ നേരം എന്നോട് പറഞ്ഞു, അതിൽ സന്തോഷത്തിനായിട്ട് പോകാൻ നേരം ഞാൻ ഇനിയും വരും എന്ന് പറഞ്ഞു. ഇനിയും വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉടനെ തന്നെ നമ്മുടെ പൂരം ജന്മനക്ഷത്രം വരികയാണ്. ഉടനെ തന്നെ നമ്മുടെ പൂരം ജന്മനക്ഷത്രം വരികയാണ്. ഈ തിരക്കിനിടയിൽ ഉടനെ അങ്ങനെ വരണം എന്ന് പറയാൻ പറ്റുന്നില്ല. ഈ തിരക്കിനിടയിൽ ഉടനെ അങ്ങനെ വരണമെന്ന് പറയാൻ പറ്റുന്നില്ല. എങ്കിലും മഹാഗോപുരത്തിന്റെ ഉദ്ഘാടനത്തിന് തീർച്ചയായും വരണമേ എന്ന് പറഞ്ഞു. എങ്കിലും മഹാഗോപുരത്തിന്റെ ഉദ്ഘാടനത്തിന് തീർച്ചയായും വരണമേ. പക്ഷെ അദ്ദേഹം അപ്പോൾ തന്നെ അറിയിച്ചു, ഞാൻ തീർച്ചയായും പൂരം ജന്മനക്ഷത്രത്തിന് ഇവിടെ ഉണ്ടാകുന്നു. അപ്പോ സാധാരണ ആളുകൾ ഇങ്ങനെയൊക്കെ ചില സന്തോഷവാക്കുകൾ പറയാറുണ്ടല്ലോ. പക്ഷേ സത്യത്തിൽ കൂടി ജീവിക്കുന്നവർക്ക് അങ്ങനെ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി അസത്യം പറയാൻ പറ്റുകയില്ല. ആ വാക്ക് പാലിച്ച് അദ്ദേഹം നമുക്ക് ഉന്നതമായ അനേകം കർമ്മങ്ങൾ മർത്യജന്മങ്ങൾക്ക് പ്രയോജനകരമാം വിധം പരാർത്ഥമായി പ്രവർത്തിക്കുവാൻ ആയുസ്സും ആരോഗ്യവും മഹാചൈതന്യവും ഈശ്വരൻ നിലനിർത്തി രക്ഷിക്കുവാനാകും. നമുക്കൊന്നായി നിന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരണം സത്യമുള്ള ആത്മാക്കളെ വളരെ ചുരുക്കമേ ലഭിക്കാനിടയുള്ളൂ. കാരണം തിന്മ എട്ടിരട്ടിയായി വാഴുന്ന കലിയുഗമാണ്. ധർമ്മത്തിന്റെ മൂടുപടമിട്ടുകൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്ന കാലമാണ്. സത്യം ചിന്തിക്കുകയും സത്യം പറയുകയും സത്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടൊപ്പം ശുഭാനന്ദ തപോശക്തി സർവദാ നിറഞ്ഞു വാഴുക തന്നെ ചെയ്യും. അങ്ങനെ ഉൾക്കാമ്പിൽ വാഴുന്ന ഉൾസ്വരൂപനെ കണ്ടുകൊണ്ട് ആ ഉൾപ്രകാശത്തെ ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ച് മഹാത്യാഗം അനുഷ്ഠിക്കുവാൻ തക്കവിധത്തിൽ ദൈവം ഒരുക്കിയ ഉന്നതന്മാരായ മഹത് വ്യക്തികൾ പുണ്യപുരുഷന്മാരിൽ ഒരാളാണ് നമ്മുടെ ആനന്ദവനം ഭാരതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സമ്മേളനം ഏറ്റവും ചൈതന്യവത്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്രകാരം തന്നെ ആയി ഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി വരുന്നുണ്ട്, കേരള ഗവർണർ വരുന്നുണ്ട്. അതിനെല്ലാം സാഹചര്യം ഒരുക്കിയതും സ്വാമിയുടെ കൂടി ഒരു പ്രയത്നമാണ്. സ്വാമിയോടൊപ്പം സഹായിയായി നമ്മുടെ ജയന്ത് കുമാറുണ്ട്. അദ്ദേഹവും വളരെയേറെ പരിശ്രമിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുപ്പിച്ചു തന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു 1.5 മാസം മുമ്പ് നടന്ന ഒരു ആരാധനയിൽ പൂരം നക്ഷത്രത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉന്നതമായ മഹോത്സവം നടത്തുവാൻ ഞാനിതാ സർവ്വലോകത്തിലേക്കും ദൂതയക്കുന്നുവെന്ന് കേട്ടവരൊന്ന് കൈയടിച്ചു കേട്ടാക്കണം. അത് സാക്ഷാൽ ശുഭാനന്ദ ദിവ്യരൂപം പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് വാഴട്ടെ വാഴട്ടെ ശുഭാനന്ദൻ ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി. വാഴട്ടെ വാഴട്ടെ ശുഭാനന്ദൻ ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി. നാമസങ്കീർത്തനം നാട്ടിൽ പരത്തുവാൻ ശുഭാനന്ദ ശക്തി വാഴട്ടെ. നാമ
എന്റെ കർമ്മം ഭഗവാന്റെ കർമ്മം നിങ്ങളിലൂടെ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കപ്പെടണം. പ്രകാശിക്കപ്പെടണം. അതിന് ധീരന്മാരായി നിങ്ങൾ നിന്ന് പ്രവർത്തിക്കണം. ഇവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല. ആണെന്തടാ എന്നിൽ പെണ്ണെന്തടാ, ആണും പെണ്ണും ചേർന്നാൽ ആത്മാവെടാ. എന്തുകൊണ്ടാണത് പറഞ്ഞത്? ആത്മാവിൽ ലിംഗഭേദമില്ല, ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല. നാം ആരും അന്യരല്ല, ആത്മാവിലൊന്നു തന്നെ. ആത്മാക്കൾ ആരാധിക്കും ഈശ്വരൻ ഒന്നു തന്നെ. അതുകൊണ്ട് ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആത്മാവായി ഉയർന്നു നിന്നുകൊണ്ട് ആത്മനാഥനെ അറിഞ്ഞു പ്രവർത്തിച്ചാൽ, ആത്മാവ് എങ്ങനെയാണ് ആത്മാവായി മാറേണ്ടത്? അറിവുകേടാകുന്ന അടിമയിൽ നിന്ന് ഉയർത്തപ്പെട്ട് അറിവ് കൊണ്ട് ആത്മാവായി തീരണം. അത് പ്രവർത്തിച്ചാണ് അധികാരിയായി മാറുന്നത്. അങ്ങനെയാണ് കർമ്മ വിശ്വാസത്താലാണ് വ്യവസ്ഥപ്പെടുത്തി അത് ഉറപ്പിക്കേണ്ടത്. അങ്ങനെ അറിവും കർമ്മവും അനുഭവവും ഓരോരുത്തരിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എന്റെ ശബ്ദവും എന്റെ ശക്തിയും എന്റെ ജ്ഞാനവും എന്റെ ജീവനും നിങ്ങളിൽ കൂടി പകർന്ന് ലോകത്തിൽ പ്രകാശിക്കപ്പെടും. അങ്ങനെ പ്രകാശിക്കുവാൻ നാമസങ്കീർത്തനം നാട്ടിൽ പരത്തുവാൻ ശുഭാനന്ദ ശക്തി വാഴട്ടെ. നാമസങ്കീർത്തനം നാട്ടിൽ പരത്തുവാൻ ശുഭാനന്ദ ശക്തി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ ശുഭാനന്ദൻ ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി. നിത്യരക്ഷകനാകുന്ന ശാശ്വത സുഖസ്വരൂപനാകുന്ന ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഭാഗ്യം കിട്ടുമോ മനമിത്രങ്ങളെ? ഓടിയെത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാനിത് ആളാം ദർശിക്കുകയാണ്. ആ ഉന്നതമായ മഹാഭാഗ്യങ്ങളെ, ആനന്ദത്തെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ ദിനത്തിൽ നിങ്ങൾക്കത് പൂർണ്ണമായും അനുഭവമായി എന്ന് സമ്മതിക്കുന്നെങ്കിൽ ഒന്ന് കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. ഈ ആനന്ദം നഷ്ടമാക്കാതെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. ഒരു നിമിഷം പോലും അസത്യത്തിൽ പോകരുത്. ഒരു നിമിഷം പോലും അധർമ്മികളാകരുത്. സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ മുത്തുരത്നത്തിലും തത്വം നിറഞ്ഞവൻ. ആ ഗുരുവിനെ ഉള്ളിൽ കാണുവാൻ വേണ്ടിയുള്ള ജീവിതമായിരിക്കണം ചെയ്യേണ്ടത്. അതിനുവേണ്ടി മനസ്സാ വാചാ കർമ്മണ സൂക്ഷിച്ച് ജീവിക്കുന്ന ജീവിതമാണ് സത്യജീവിതം. അങ്ങനെ സത്യമായ തപസ് നിത്യവും അനുഷ്ഠിക്കുമ്പോൾ സൽഗുരു രൂപത്തെ അകതാൽ കാണുവാനും ആനന്ദിക്കുവാനും ഇടയാകും. അങ്ങനെ ആനന്ദ ലോകമായി തീരട്ടെ ആത്മലോകം. ആനന്ദ ലോകമാകട്ടെ ആത്മലോകം. സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ. ഉന്നതമായി നമ്മുടെ സമ്മേളനം നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞാൽ എന്താണ് നടക്കാനുള്ളത്?
ദീപത്താലങ്ങളും ഏന്തി അണിയണിയായി നിരനിരയായി ദീപത്താലങ്ങളും ഏന്തി സർവഭക്ത സന്താനങ്ങൾ ഏകോപിച്ച് സർവഭക്ത സന്താനങ്ങളും ശുഭാനന്ദ നാമ സങ്കീർത്തനങ്ങളുമായി ശുഭാനന്ദ നാമ സങ്കീർത്തനങ്ങളുമായി ഉന്നതമായി നമുക്ക് ജന്മനക്ഷത്ര പ്രകാശയാത്ര നടത്താം. ഉന്നതമായി നമുക്ക് ജന്മനക്ഷത്ര പ്രകാശയാത്ര നടത്താം. അതിന്റെ മുൻപും പിൻപും ഇടവും വലവും സർവശക്തി നിങ്ങളോടുകൂടി ഉണ്ടാകും. സർവശക്തി നമ്മളോടുകൂടി ഉണ്ടാകും. എന്റെ ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും നിങ്ങൾക്ക് തുണയായി ഉണ്ടാകും. ഓ, നിങ്ങളെ കാണുവാനും നിങ്ങളെ അനുഗ്രഹിക്കുവാനും അവർ നിങ്ങളോടുകൂടി എഴുന്നള്ളും. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. സർവശക്തി നിങ്ങൾക്ക് അനുഭവമാക്കി തരുമാറാകട്ടെ. അങ്ങനെ പ്രകാശയാത്ര, അത്ഭുതയാത്ര, ആനന്ദയാത്രയായി ഭവിക്കട്ടെ. എല്ലാം മംഗളമായി നടത്തുവാൻ മംഗളരൂപൻ പ്രത്യക്ഷമായി വാഴട്ടെ. ഉന്നതമാകുന്ന ഈ അവതാര കർമ്മക്ഷേത്രത്തിന്റെ മുന്നിൽ ആ മഹാഗോപുരം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായതിന്റെ പൂർത്തീകരണത്തോടുകൂടി ഓ, നാനാദേശങ്ങളിലേക്ക് ഈ വിളംബരം എത്തുകയും പുണ്യപുരുഷന്മാർ അന്വേഷിച്ച് വരികയും ചെയ്യുമെന്ന് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. ആ ഓരോരുത്തരായി ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓ, അവരിത് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ആരംഭിച്ചിരിക്കുന്നു. ആ വിധത്തിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മഹാഗോപുരത്തെ, ആ ചൈതന്യ ഗോപുരത്തെ, ആ മഹാതപോമണ്ഡപത്തെ, ആ സ്നേഹമണ്ഡപത്തെ, ആ ആത്മജ്ഞാന മണ്ഡപത്തെ ഓ, ഉന്നതമായ നിലയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ അതിന്റെ രൂപത്തെ അതിന്റെ സവിശേഷതകളോടുകൂടി കാണുവാൻ തക്ക വിധത്തിൽ ജന്മാന്തര സുഹൃതമുള്ള ഒരു ആത്മാവിനെ മഹാശക്തി തന്നെ സ്വീകരിച്ചു നിലനിർത്തിയിരിക്കുന്നു. ആത്മദീപമെന്ന് നാമകരണം ചെയ്ത് അതിനുള്ളിലേക്ക് ഇതിന്റെ കാഴ്ചകളെ കൊടുത്ത് ആ കാഴ്ചയിൽ കൂടി ഇത് ശില്പികളിലേക്ക് പകർന്ന് ആ വിധത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ സർവ്വതാ കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും സ്ഥാപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി ആത്മാർത്ഥമായി കർമ്മിക്കുന്ന ഓരോരുത്തരെയും സർവശക്തിയുടെ തൃക്കരങ്ങളിൽ കരുതി സൂക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുന്നു. ആശിക്കുന്ന നന്മകളെ